ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷമിത നൗഷർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല മഴയാണ് ഇവിടെ. അപ്പൊ കുറച്ച് നമുക്ക് ചായക്ക് എന്തെങ്കിലും ഒന്ന് ആക്കാന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ എളുപ്പത്തിൽ നമുക്കൊരു മസാല കപ്പലണ്ടി ആക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ 1/2 കിലോ മസാല എടുത്തിട്ടുണ്ട്, 1/2 കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നല്ലോണം കഴുകിയിട്ടിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കടല എടുത്ത അത്ര തന്നെ കടലപ്പൊടിയും എടുക്കണം. അപ്പൊ ഞാൻ ഇതില് ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇടുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇടണം. മൈദപ്പൊടി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടല എടുത്ത അത്ര തന്നെ കടലപ്പൊടി എടുക്കണം. മൈദ അതിന്റെ പകുതി എടുക്കണം. അത് നമുക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നല്ലോണം സ്പൂൺ കൊണ്ടാക്കിയാൽ എല്ലാ സ്ഥലത്തും മസാല പിടിക്കൂല. അതുകൊണ്ട് നല്ലോണം കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കളറും കിട്ടും, ആവശ്യമുള്ള കുറച്ച് എരിവും നമുക്ക് കിട്ടും. അപ്പൊ ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുറച്ചെടുത്തിട്ട് ഇതിൽ ഇടാം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അധികം തീ ഫുള്ളാക്കി വെക്കണ്ട. ഒരു മീഡിയം, ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഇതിൽ തീ വെച്ചാൽ മതി. അപ്പോഴാണ് നല്ലോണം നമുക്ക് ഇതെല്ലാം മൊരിഞ്ഞ് കിട്ടാന്. അപ്പൊ നമ്മളെ കടല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരാം. അങ്ങനെ നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയായി. അപ്പൊ നല്ല പുറത്ത് നല്ല മഴയാണ്. അപ്പൊ നല്ല കട്ടൻ ചായയും നല്ല മസാലക്കപ്പൽ, ചൂടുള്ള മസാലക്കപ്പലുണ്ട്. ഇത് നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെല്ലാം ആകുമ്പോൾ നല്ല മൊരുമൊരാന്നിരിക്കും. പിന്നെ ഇത് കുറച്ച് കായവും കൂടി ഇടണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കട്ടൻ ചായയും ഈ മഴയത്ത് നല്ല കപ്പലണ്ടിയും എല്ലാവരും ഒന്ന് ആക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.